അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല ചോക്ലേറ്റ് പുഡിംഗ് ആയിട്ടാണ്. ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനാവശ്യമുള്ളത് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ലേശം ഉപ്പും. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഷുഗർ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ഞാൻ പിന്നെ പൊടിച്ചത് കൊണ്ട് അതിൽ ചേർത്തില്ല, ബ്രൗൺ ഷുഗറാണ്. അതും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക, സാധാരണ കേക്ക് ബാറ്ററിന് ചെയ്യുന്ന പോലെ. പിന്നെ പാല് 1/2 കപ്പ് നോർമൽ പാലും, പിന്നെ 1/4 കപ്പ് ഓയിലും, 1 ടീസ്പൂണ് വെനില എസൻസും. ഇതെല്ലാം കൂടി നന്നായി കേക്ക് ബാറ്ററൊക്കെ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവ സൈഡിലെടുത്ത് വെക്കാം. ഇനി ഞങ്ങൾക്ക് അടുത്തത് ഹോട്ട് ചോക്ലേറ്റാണ് റെഡിയാക്കേണ്ടത്. 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 3/4 കപ്പ് പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് അവിടെ സൈഡിലെടുത്ത് വെക്കാം. പെട്ടെന്ന് തന്നെ മെൽട്ടാവും ചൂടുവെള്ളത്തിലാക്കുന്നത് കൊണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾക്ക് ബാറ്ററി ട്രേയിൽ ഇതാക്കി വെക്കാം. ട്രേന്ന് ഇതാക്കിയിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ ട്രേയിൽ തന്നെ നേരിട്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കായിരുന്നു, പക്ഷേ കൺഫ്യൂസ് ആണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലായിടത്തും നല്ല പരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഞാനിപ്പോൾ 2 ടൈപ്പ് ചോക്ലേറ്റ് ചിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ അത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് തേച്ച് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടൊരു 30 മിനിറ്റ് ഞങ്ങൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, 170 ഡിഗ്രിയിലാണ് ഞങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. 30 മിനിറ്റ് ഞങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് നല്ല ഹാർഡായിട്ടും അകം നല്ല വാട്ടറി ആയിട്ടും ഉണ്ടാവുക. ഞാൻ എന്തായാലും സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം. മുകളിൽ നല്ല ബ്രൗണി ടൈപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം സെർവ് ചെയ്യേണ്ടത്. ഇതാ കണ്ട, നല്ല ഉള്ളിൽ നല്ല ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് മുകളിൽ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീമും അതും ഞങ്ങൾ ഹോട്ട് സോസും ഒഴിച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബായ്.